ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നും സുമാർ 4 കിലോമീറ്റർ അകലെ 1979 നടന്ന ഒരു കൊലപാതക കഥയാണ്. ആ മരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുമാർ എൻ്റെ പ്രായം വരുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഒരു പാലത്തിൻ്റെ അടിയിൽ ഒരു കുട്ടി, അന്ന് ആ കുട്ടിക്ക് 4 വയസ്സ് പ്രായമേ ഉള്ളൂ, ആ കുട്ടി മരിച്ചു കിടന്നു. ഉടനെ നാട്ടുകാർ ഇത് കണ്ട് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു. ആ കുട്ടിയുടെ ശവശരീരം അവിടെ നിന്നും പൊക്കി എടുത്തു. ആ ശവശരീരം പൊക്കിയെടുത്തപ്പോൾ ആ പൊക്കിയെടുക്കലും കാര്യങ്ങൾക്കും എല്ലാം ആ കുട്ടിയുടെ വീട്ടിലെ വേലക്കാരൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ആരും ആ വേലക്കാരനെ സംശയിച്ചില്ല. ആദ്യം ആരും സംശയിച്ചില്ല. ആ വേലക്കാരൻ ഭയങ്കര കരച്ചിലും നൊരോളിയും എല്ലാമായിരുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ ബോഡി വീട്ടിൽ കൊണ്ടുചെന്ന് വെച്ചു. വീട്ടിൽ കൊണ്ടുചെന്ന് വെച്ചപ്പോൾ സമർത്ഥനായ സബ് ഇൻസ്പെക്ടർ, ആ സബ് ഇൻസ്പെക്ടറുടെ ബുദ്ധിയാണ് ഈ കഥയിൽ ഇന്നത്തെ മാസ്റ്റർ പീസ് സംഭവം. ആ സബ് ഇൻസ്പെക്ടർ ഈ വേലക്കാരൻ്റെ പേര് ഞാൻ പറയാം, പക്ഷേ ആ കുട്ടിയുടെ പേരോ വീട്ടുപേരോ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഇത് കടനാട് കൊല്ലപ്പള്ളി നിവാസികൾക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ്. ആ സബ് ഇൻസ്പെക്ടർ ആ വേലക്കാരൻ്റെ പേര് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, നീലാണ്ടൻ്റെ കാലിൽ നീലാണ്ടൻ അറിയാത്ത രീതിയിൽ ഷൂവിൻ്റെ ലാടനടിച്ച ആ ഭാഗം കൊണ്ട് ഏതവനും കരയുന്ന രീതിയിൽ അറിയാത്ത രീതിയിൽ ആഞ്ഞ് ചവിട്ടി. നീലാണ്ടൻ കരഞ്ഞില്ല. ആ നീലാണ്ടൻ്റെ മുഖഭാവം എല്ലാം ആ സബ് ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. ഉടനെ ഹെഡ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഇവനെ പിടിച്ച് വണ്ടിയെ കയറ്റാൻ പറഞ്ഞു. അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് കഥ എല്ലാം പുറത്തു വന്നത്. 1 പവൻ്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു ആ കുട്ടിയെ നീലാണ്ടൻ കൊന്നത്. അതിനുശേഷം അവൻ ഒന്നും അറിയാത്തവനെ പോലെ ആ കുട്ടിയുടെ ബോഡി എടുക്കാനും എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. ആ സബ് ഇൻസ്പെക്ടറിൻ്റെ ആ ബുദ്ധിപരമായ ആ ചവിട്ടിൽ, ചുമ്മാ തിരക്കിനിടയ്ക്ക് ചവിട്ടുന്ന രീതിയിൽ, കാല് അറിയാതെ മറ്റൊരാളുടെ കാലിൽ ചവിട്ടുന്ന രീതിയിൽ ആണെങ്കിലും അദ്ദേഹം അത് വളരെ തീവ്രമായി ആണ് കാലിൻ്റെ കുഞ്ഞു വിരലിൽ ചവിട്ടിയപ്പോൾ നീലാണ്ടൻ ആ ചവിട്ടറിയാത്ത രീതിയിൽ മുഖഭാവത്തിൽ നിന്നു. അപ്പോൾ ഇതിൽ നിന്ന് പറയാനുള്ള കാര്യം, സ്വർണ്ണാഭരണങ്ങളൊന്നും കുട്ടികളെ ധരിപ്പിച്ച് നടത്തരുത്. ആ 1 പവൻ സ്വർണ്ണാഭരണത്തിന് വേണ്ടി ആ കുട്ടിയെ 1979 നീലാണ്ടൻ കൊന്ന പാലത്തിനടിയിലിട്ടു. കൊല്ലപ്പള്ളി പാലത്തിനടിയിലാണ് ഇട്ടത്. കുട്ടിയുടെ പേരും കുട്ടിയുടെ വീട്ടുപേരും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിട്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഓരോരോ ആപത്തിൽ ചെന്നുപെടും. ഇതാണ് ഇന്നത്തെ എൻ്റെ മനസ്സിൽ വന്ന ഒരു കഥ. നന്ദി, നമസ്കാരം.